ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും 5 ജില്ലകളിലെ രോഗികൾക്ക് ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളെ ചുമന്നു കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ്. മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതാണ് രോഗികളെ ദുരിതത്തിലാഴ്ത്തുന്നത്. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, കേരളത്തിലെ ആരോഗ്യ രംഗം ദിനം പ്രതി മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ല, മരുന്നിന്റെ ലഭ്യതക്കുറവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരിക്കുകയാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ രോഗികളെ ചുമന്നുകൊണ്ടുപോകേണ്ട അവസ്ഥയിലെത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരം വരുന്ന വാർത്തകൾ അതൊട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ്. നമുക്കറിയാം, 5 ജില്ലകളിലെ സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന അവരുടെ ഏറ്റവും ആശ്രയ കേന്ദ്രമാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നമ്മൾ നേരത്തെയൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ആശുപത്രിയിൽ ആവശ്യമായ ന്യായവില സ്റ്റോറിൽ ആവശ്യമായ മരുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഇന്നേക്ക് ഏകദേശം ഒരു 17 ദിവസം പിന്നിടുകയാണ് ആശുപത്രിയിൽ മരുന്നില്ലാത്ത അവസ്ഥ. അതിനിടയിലാണ് ഈ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും പരിതാപകരമാണ് എന്നൊരു വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആശുപത്രിയിലെ 48ാം വാർഡിലുള്ള, അതായത് 48ാം വാർഡ് എന്ന് പറയുന്നത് ഈ ക്യാൻസർ രോഗികളൊക്കെ തന്നെ ഉള്ള വാർഡാണ്. ആ വാർഡിലേക്ക് പോകാനുള്ള ലിഫ്റ്റിന്റെ പ്രവർത്തനമാണ് ഇന്നേക്ക് കൃത്യം ഒരാഴ്ചയായി ഈ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട്. കൃത്യമായി തന്നെ ആശുപത്രി അധികൃതരോട് ഈ കാര്യം ഈ രോഗികളടക്കമുള്ളവർ പലതവണ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് ശരിയാക്കാം എന്ന ഒരൊറ്റ അല്ലെങ്കിൽ ശരിയാക്കാം എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് അതാണ് ഈ അധികൃതർക്ക് ഇതുമായിട്ടുള്ള മറുപടി. അല്ലാതെ കൃത്യമായി തന്നെ അത് നന്നാക്കാനുള്ള ഒരു നടപടി പോലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതിൽ ഏറ്റവും സങ്കടകരം, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുള്ള രോഗികളാണ്. നടക്കാൻ കഴിയാത്ത രോഗികളെ ഇവിടെ നിന്ന് രോഗികൾക്കൊപ്പമുള്ളവർ ചുമന്ന് വേണം ഈ മുകളിലത്തെ നിലയിൽ എത്തിക്കാൻ എന്നുള്ളതാണ്. മാത്രമല്ല, ഈ 2ാം നില വരെ മാത്രമാണ് ഈ റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങളുള്ളത്. മറ്റ് സ്റ്റെപ്പാണുള്ളത്. ഈ സ്റ്റെപ്പിൽ കൃത്യമായി രോഗികളെ ചുമന്ന് മുകളിലേക്ക് എത്തിക്കേണ്ട ഏറ്റവും പരിതാപകരമായ, ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് മെഡിക്കൽ കോളേജിലുള്ളത്. 1ഉം 2ഉം ദിവസമല്ല, ഇന്നേക്ക് ഒരാഴ്ചയാണ് ഈ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നത്. യാതൊരു നടപടിയും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഈ OP ടിക്കറ്റിന് പണം ഈടാക്കുന്നുണ്ടായിരുന്നില്ല ആശുപത്രിയിൽ. എന്നാൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് 10 രൂപ ഒറ്റയടിക്കാണ് OP ടിക്കറ്റിന് ഈടാക്കിയത്. അന്ന് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞിരുന്നത് ഈ OP ടിക്കറ്റിൽ നിന്ന് ഈ സാധാരണക്കാരായ നിർധരരായ രോഗികളിൽ നിന്ന് ഈടാക്കുന്ന 10 രൂപ അത് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഇത്തരത്തിൽ എല്ലാവരും OP ടിക്കറ്റിന് തുക ഈടാക്കിയതിൽ തെറ്റില്ല എന്നതാണ് അന്ന് അധികാരികൾ പറഞ്ഞത്. എന്നാൽ ഈ 10 രൂപ കൊണ്ട് ഇത്തരത്തിൽ ദിവസേന 3000-ത്തിലധികം രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ രോഗികളെ പിഴിഞ്ഞ് ഈ പൈസ ഉണ്ടാക്കിയിട്ട് പോലും കൃത്യമായ ഒരു അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാൻ, ഈ രോഗികൾക്ക് നേടിക്കൊടുക്കാൻ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കഴിയുന്നില്ല എന്നതാണ്. ഈ നിരന്തരം നമ്മുടെ സർക്കാരും ആരോഗ്യമന്ത്രിയടക്കം ഈ ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴാണ് ഈ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിന്റെ ഒരു ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിൽ എല്ലാ മരുന്നും തീർന്ന് ന്യായവില സ്റ്റോറിന് പൂട്ടിടേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ഈ പ്രതിഷേധിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാനായി 100 മരുന്നുകൾ മാത്രം എത്തിച്ചത്. ആ മരുന്നും തീരുന്ന ഒരു അവസ്ഥ ആശുപത്രിയിൽ ഇപ്പോഴുണ്ട്. വീണ്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് 3 ദിവസത്തിനകം ഈ ആശുപത്രിയിൽ മരുന്നടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ BJP ഈ മന്ത്രിമാരെ അടക്കം ഈ കോഴിക്കോടിന്റെ മണ്ണിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ അടക്കം തടയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് 2ാമത്തെ ദിവസമാണ്, നാളെയാണ്. 3 ദിവസത്തിനുള്ളിൽ ഇതിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് BJP അടക്കമുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അടക്കംപ്പെടുത്തിയിട്ടും ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. പൊതുവെ ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ആരോഗ്യമന്ത്രി കാണിക്കുന്ന ഒരു അഴകുഴഞ്ച നിലപാടാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രോഗികളാണ് ഏറെ ദുരിതത്തിൽ ആയിരിക്കുന്നത്. ശരി അനഘ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരവുമില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കുന്നത്. അനഘ ഹർഷൻ.